വന്നിരിക്കുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഫ്ലവർ മേക്ക് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് തന്നെ മെയിനായിട്ട് വേണ്ട ഫെവിക്കോൾ വേണം, പിന്നെ ഒരു സിസേഴ്സ് വേണം, പിന്നെ നമുക്ക് സ്റ്റെം ഉണ്ടാക്കണമെങ്കിൽ റോൾ ചെയ്യാനൊരു സ്റ്റിക്ക് വേണം, പിന്നെ നമുക്ക് ഏത് ഫ്ലവറാണോ ഉണ്ടാക്കുന്നത് അതിന് മാച്ചായിട്ട് ഒരു സ്കെച്ച് പെൻ വേണം, പിന്നെ പെൻസിൽ വേണം, പിന്നെ നമുക്ക് രണ്ട് കളർ പേപ്പേഴ്സ് വേണം. ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് എടുക്കാം. ഞാൻ എടുത്തേക്കുന്ന ഓറഞ്ച് ഗ്രീനാണ്. നമുക്ക് ഉണ്ടാക്കുന്നതെങ്ങനെ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഗ്രീൻ പേപ്പർ എടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റെം ഉണ്ടാക്കാൻ ഒരു സ്റ്റിക്ക് കൊണ്ട് റോൾ ചെയ്തെടുക്കാം. ഇതെനിക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ട് ഇത്തിരി ഗം ഒട്ടിച്ചെടുക്കാം. വീണ്ടും നമ്മൾ മടക്കാം. നമ്മൾ ഈ സ്റ്റിക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഊരി. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ഉണ്ടാക്കാം. ഫ്ലവർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓറഞ്ച് പേപ്പർ എടുക്കണം. അതിങ്ങനെ ട്രയാങ്കിളായിട്ട് മടക്കി കൊടുക്കാം. പിന്നെ വീണ്ടും അത് ട്രയാങ്കിളായിട്ട് മടക്കി കൊടുക്കാം. വീണ്ടും മടക്കി കൊടുക്കാം. നമ്മൾ തിരിച്ചിട്ട് ഈ ഒരു പോർഷൻ എടുക്കാം. ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമുക്ക് പെൻസിൽ കൊണ്ട് ഒരു പൂ എനിക്ക് വരച്ച് വെക്കണേ. ഇത് എനിക്ക് വരച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ വേണ്ടത് ചെറിയ എനിക്ക് വരച്ചു കൊടുത്താൽ മതി. ഇപ്പം എനിക്ക് വലുതായതുകൊണ്ട് ഞാൻ വലിയ റൗണ്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സിസേഴ്സ് കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഒരു ഫ്ലവറിനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്ലവർ ആണെങ്കിൽ ഇത് കണക്ക് വെട്ടിക്കൊടുക്കാം. ഒരെണ്ണം ഇത് കണക്ക് വെട്ടിക്കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ ഇത്തിരി ഫെവിക്കോൾ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പുറത്തിരിക്കുന്നത് ഇന്നോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഒരു ഫ്ലവർ ആയിട്ട് കിട്ടിയല്ലോ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റെമ്മിലാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ സ്റ്റെമ്മില് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം ഇതാണ് ഇങ്ങനെ നിവർത്തി വെക്കാം. നിവർത്തി വെച്ച ഭാഗമാണെങ്കിൽ ഇത് എനിക്ക് ഇത്തിരി ഗം ഒട്ടിച്ചെടുക്കാം. ഗം ഒട്ടിച്ചതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവറിൽ നമ്മൾ ഇതിനെ ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ ഒരു ഫ്ലവറായി വന്നു. ഇനി നമ്മൾ നേരത്തെ എടുത്ത സ്കെച്ച് ഇതുകൊണ്ട് ഇനി നടുക്കത്തെ പോർഷനിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഇതിപ്പോ ഒരു ഓറഞ്ച് ഫ്ലവർ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.